രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയ ടൂറിസം വകുപ്പിന്റെ ക്ഷണത്തിൽ. ടൂറിസം വകുപ്പിന്റെ വിവരാവകാശ മറുപടി പുറത്തുവന്നു. ആൻമരിയ സണ്ണി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ആൻമരിയ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർച്ചയിലായിരുന്നു ഈ പറയുന്ന ജ്യോതി മൽഹോത്ര അടക്കമുള്ള ചാരപ്പണി നടത്തിയവർ പിടിയിലാവുന്നത്. ഇതെപ്പോഴായിരുന്നു ഈ ക്ഷണം നൽകുന്ന സമയത്ത് ജ്യോതിയുടെ ഈ വഞ്ചനാപ്പണിയെപ്പറ്റി ഏതെങ്കിലും ധാരണയുള്ള സമയമാണോ അത്? ഹാഷ്മി, 1/1/2024 മുതൽ 21/5/2025 വരെയാണ് ഈ 41 പേരുടെ ഒരു പട്ടിക തയ്യാറാക്കുന്നു. ഈ 41 പേരെ കേരളത്തിലേക്ക് ടൂറിസം വകുപ്പ് ക്ഷണിക്കുന്നതും അത് ഈ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം വയനാട് ടൂറിസത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അതിന്റെ പേരിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എന്റെ കേരളം എന്നും സുന്ദരം ഫെസ്റ്റിവൽ ക്യാമ്പയിൻ എന്ന പരിപാടിയിലേക്കാണ് വിവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെ സേവനം ഈ ടൂറിസം വകുപ്പ് രേഖപ്പെടുത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നു. അതിനകത്ത് പല ഘടകങ്ങൾ, ഇവരുടെ മറ്റു പല ആക്ടിവിറ്റീസ് ഉൾപ്പെടെയുള്ള പല ഘടകങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു 41 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു. ഈ 41 പേർക്ക് വേണ്ടിയിട്ട് ഈ പണം, അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ യാത്രാ ചെലവ് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ടൂറിസം വകുപ്പ് കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുകൊണ്ടാണ് ഈ ഇൻഫ്ലുവൻസറിന്റെ സേവനം അത് ഈ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്നതും. ഇതിനകത്താണ് ഇപ്പോൾ ചാരവൃത്തി കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ജ്യോതി മൽഹോത്രയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒരു വിവരാവകാശ രേഖയിൽ കൂടെയാണ് ആ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ജ്യോതി മൽഹോത്ര അറസ്റ്റിലാണ്. അത് ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടുള്ള നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലേക്കാണ് ഈ ജ്യോതി മൽഹോത്ര അറസ്റ്റിലാകുന്നതും. ഇനി നമുക്ക് അറിയേണ്ടത്, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇനി വരും നിമിഷങ്ങളിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു അറസ്റ്റിലാകുന്നതിനും ഈ വിവരങ്ങൾ നൽകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിലാണോ ജ്യോതി മൽഹോത്ര കേരളത്തിലേക്ക് എത്തുന്നത് എന്നാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എന്തുകൊണ്ട് ടൂറിസം വകുപ്പ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കാതെയാണോ ഈ ഇൻഫ്ലുവൻസിന്റെ സേവനം കേരളത്തിന് വേണ്ടി നേടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനായിട്ടുണ്ട്. ഹാഷ്മി, ഇതിലിപ്പോൾ അറിയേണ്ടത്, ഇപ്പോൾ നേരത്തെ തന്നെ നിരീക്ഷണത്തിലായിരുന്നു ഈ ജ്യോതി മൽഹോത്ര എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ നിരീക്ഷണത്തിന്റെ തുടർച്ചയിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. കൃത്യമായ തെളിവുകളടക്കം ശേഖരിച്ച് ഈ പാക് എംബസിയിൽ ഡാനിഷ് എന്നൊരു ഉദ്യോഗസ്ഥനുമായി ആദ്യം ബന്ധം, പിന്നീട് ഡാനിഷ് ഇയാൾക്ക് ISI ഏജന്റുമാരെ പരിചയപ്പെടുത്തുന്നു. പിന്നീട് അവരുമായി വിദേശയാത്രകളടക്കമുള്ള കുറേയധികം ക്രിസ്റ്റൽ ക്ലിയർ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ അറസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയേണ്ടത്, നമ്മൾ കേരളത്തിലേക്ക് നമ്മൾ ടൂറിസം വകുപ്പ് ജ്യോതിയെ ക്ഷണിക്കുമ്പോൾ ഈ നിരീക്ഷണത്തിൻ്റെ കാര്യം ഏതെങ്കിലും തരത്തിൽ സർക്കാരിനോ വകുപ്പിനോ അറിവുള്ളതാണോ? അതിനെപ്പറ്റി ടൂറിസം വകുപ്പിൻ്റെ പ്രതികരണം എന്താണ്? ഹാഷ്മി, കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം അത് ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇവർ ആ പരിപാടിയുടെ കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിവരാവകാശ രേഖയാണ് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവർ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. കേരള ടൂറിസത്തിന്റെ പ്രചരണത്തിനായി ഇൻഫ്ലുവൻസിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ വിവിധ ഘടകങ്ങൾ വിലയിരുത്തി കേരള ടൂറിസത്തിന്റെ മാർക്കറ്റിംഗ് ലക്ഷ്യവുമായി യോജിക്കുന്നവരെയാണ് സോഷ്യൽ മീഡിയ പ്രൊമോഷനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പിന്റെ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുത്ത വിവിധ ഏജൻസികൾ മുഖേനയാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള പ്രചാരണ പരിപാടികൾ നടപ്പിലാക്കുന്നതും. അതായത് സോഷ്യൽ മീഡിയ പ്രചരണ പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ള ഭരണാനുമതി തുകയിൽ നിന്നും പദ്ധതി നിർവഹണ ഏജൻസിക്ക് നൽകുന്ന പ്രവൃത്തി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത പദ്ധതിയുമായി ബന്ധപ്പെട്ട യാത്രാ, ഭക്ഷണം, താമസം, പ്രതിഫലം തുടങ്ങിയ ചെലവുകൾ വഹിക്കുന്നതാണ് ഇവർ സർക്കാർ അതിഥികളായി പരിഗണിക്കാറില്ല എന്നും ഇതിനകത്ത് ടൂറിസം വകുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു സമയം, അല്ലെങ്കിൽ ഇവരെ കേരളത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അത് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അറസ്റ്റിലാവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണമായി വന്നിരിക്കുന്ന ഈ ഓപ്പറേഷൻ സിന്ദൂർ, ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഇടയിലാണോ ഇവർ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ടൂറിസം വകുപ്പ് ഇവരുടെ പിന്നാമ്പുറ കഥകൾ, അല്ലെങ്കിൽ ഇവർക്ക് മുൻപുണ്ടായിരുന്ന ഇവരുടെ നമ്മൾ പറഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഈ തെളിവുകൾ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കാതെ, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താതെ എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത്? ആ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട ഒരു കാരണം, അത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉൾപ്പെടെ വന്നു കിടക്കുമ്പോൾ അവരെ വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നതടക്കമുള്ള വലിയ പദ്ധതികൾ ലക്ഷ്യമാക്കി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ആളുകളെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത്? 41 പേരുടെ പട്ടിക തയ്യാറാക്കുന്നു. അതിനകത്താണ് ഈ ജ്യോതി മൽഹോത്ര വരുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ നീക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വനംവകുപ്പ് ശേഖരിക്കാതെ ക്ഷണിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വനംവകുപ്പ് ടൂറിസം വകുപ്പ് നൽകേണ്ടതായിട്ടുമുണ്ട്. ഹാഷ്മി, അല്ല, അതിലെ ഒരു പ്രശ്നം, ഒരുപക്ഷെ ഇത് ഈ ഒരു ചാരപ്പണി നടത്തുന്നവർക്ക് പിന്നാലെയുള്ള യാത്ര അതീവ രഹസ്യമായ ഒരു യാത്രയായിരിക്കും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരില്ല. ഒരുപക്ഷെ സംസ്ഥാനങ്ങൾക്കും അത് ലഭ്യമാവില്ല. ഇതിപ്പോൾ 41 പേരുടെ പട്ടികയിൽപ്പെട്ട ഒരാളാണ് ഈ യൂട്യൂബർ. ചില്ലറക്കാരിയല്ല, കുറേയധികം
ഫോളോവേഴ്സ് ഉള്ള ഒരുപക്ഷെ ടൂറിസം വകുപ്പിൻ്റെ ഈ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ അത്രയും ആൾക്കാർ കാണുന്ന ഒരു യൂട്യൂബിൻ്റെ ഉടമ എന്ന നിലയ്ക്കാകുമല്ലോ അതിനു മുമ്പ് ജ്യോതി മൽഹോത്ര നമ്മൾ കാണുന്നത്. അതിനുശേഷമാണല്ലോ ഇവർ രാജ്യത്തെ ഒറ്റുന്ന പാകിസ്ഥാൻ ശത്രുരാജ്യത്തിൻ്റെ കാര്യങ്ങൾ കൈമാറുന്ന ഒരു വഞ്ചനാപ്പണി ചെയ്യുന്നു എന്നറിയുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ്. അപ്പം നമുക്കറിയേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന ഇതിനു മുമ്പ് ഏതെങ്കിലും രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഇവരെപ്പറ്റി സംസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വിളിക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താറുണ്ടോ സാധാരണ വകുപ്പുകൾ എന്നതുമാണ്. ഹാഷ്മി, ടൂറിസം വകുപ്പ് അതിനകത്ത് ഈ വിവരാവകാശ രേഖയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവരുടെ ഇവർ നടത്തുന്ന പരിപാടികൾ, ഇവർ നടത്തിയിട്ടുള്ള വ്ളോഗുകൾ, ഇവർ നടത്തിയിരിക്കുന്ന ഈ ട്രാവൽ ബ്ലോഗ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ്, ആ രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസിന് പട്ടിക തയ്യാറാക്കുന്നതും അവരെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്നും ഈ രേഖയിൽ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ചിലപ്പം എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ് അതെല്ലാം. ഒരു പക്ഷേ ഇവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല ടൂറിസം വകുപ്പിന്. അതുകൊണ്ടായിരിക്കാം ആ രീതിയിലേക്ക് ഒരു 41 പേരുടെ പട്ടികയിൽ ഈ ജ്യോതി മൽഹോത്രയും ഉൾപ്പെടാനായിട്ടുള്ള സാധ്യത മുന്നിലേക്ക് വരുന്നത്. മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കേസ് വന്നതിന് ശേഷമാണ് ജ്യോതി മൽഹോത്രയ്ക്ക് ഇങ്ങനെ ഒരു കഥ കൂടി ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നതും ആ ഒരു രീതിയിലേക്കാണ്.